നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ നേടാനുള്ള സമഗ്ര പദ്ധതി അവതരിപ്പിച്ച് മുഖ്യമന്ത്രി. മന്ത്രിമാർക്ക് മുന്നിലെ അവതരണവും ചർച്ചകൾക്കുമായി 3 മണിക്കൂറോളം സമയമെടുത്തു. അതേസമയം രാഷ്ട്രീയ വിവാദങ്ങളിൽ പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ മന്ത്രിമാരും രംഗത്തിറങ്ങണമെന്ന് CPM നിർദ്ദേശം നൽകി. വയനാട്ടിൽ ചേർന്ന് ലക്ഷ്യ ക്യാമ്പ് അവസാനിച്ചപ്പോൾ UDFന്റെ അവകാശവാദം 100 സീറ്റായിരുന്നു. എന്നാൽ മന്ത്രിസഭയിലെ തന്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിലുള്ളത് LDFന് 110 സീറ്റ് നേടണമെന്നാണ്. 110 സീറ്റ് നേടണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യവും കൃത്യമായി പദ്ധതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലം ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു 110 സീറ്റ് LDFന് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. കേരളത്തിലെ നിലവിലെ വികസനം, ഭാവി വികസനം, പദ്ധതികളുടെ നടത്തിപ്പ്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രചരണത്തിന് മുൻതൂക്കം നൽകേണ്ട കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങി വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരം. സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധം തീർക്കാൻ മന്ത്രിമാരും നേതാക്കന്മാരും തയ്യാറാകുന്നില്ലെന്ന വിമർശനം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഉയർന്നു വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ചില അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു. ചർച്ച ഗൗരവത്തിലെടുത്ത സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ മന്ത്രിമാർക്കടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉന്നം വെച്ചാണ് മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയാണ് CPI പങ്കുവച്ചത്. ജനങ്ങൾ LDFന്റെ കൂടെയാണെന്ന് ഉറപ്പാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ തൊട്ടുമുമ്പുണ്ടായ പരാജയത്തിൻ്റെ പാഠങ്ങൾ പഠിക്കും, അതുകൊണ്ട് എല്ലാ തിരുത്തലും വരുത്തും. കനകോലുവിൻ്റെ കാർമ്മികത്വത്തിൽ